പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് സം ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ദാറ്റ് ഈക്വൽ ടു ഏതാണോ, ദാറ്റ് ഈസ് ഏത് ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ദാറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ച് റിസൾട്ട്, ഞാൻ കൂടി പെട്ടെന്ന് റീറൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എസ്, അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യാം ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, Laplace inverse of capital F of S that equal to F of t. Okay, that is 1 by S എന്ന ഫംഗ്ഷന്റെ 1 by S എന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ്, ഏത് ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1 by S എങ്കിൽ ദാറ്റ് ഈസ് അതാണ് അതിന്റെ ഇൻവേഴ്സ്. നമുക്കറിയാം 1ന്റെ ലാപ്ലാസ് ഓഫ് 1 ആണ് എന്ത്? 1 divided by S. Therefore, Laplace inverse of 1 by S എന്താണ്? That is 1. That is 1. Okay. Next, 1 divided by S square. That is Laplace of നമ്മൾ പഠിച്ചിട്ടുണ്ട്. Laplace of t എന്താണ്? Laplace of t equal to 1 divided by S square. That is രണ്ട് സൈഡ് ലാപ്ലാസ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്തായി? That is Laplace inverse of Laplace of t that equal to Laplace inverse of 1 divided by S square. Laplace inverse വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. That's equal to t equal to Laplace inverse of 1 divided by S square. വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ എഴുതാം. That is Laplace of t equal to 1 by S square എങ്കിൽ Laplace inverse of 1 by S square equal to എന്താണ്? That is t. ഇനി എന്താണ് ലാപ്ലാസ് ഓഫ് t raised to n? T raised to n, n factorial divided by S raised to n plus 1 ആയിരുന്നു. അതുകൊണ്ട് ലാപ്ലാസ് ഓഫ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by S raised to n plus 1, this equal to എന്തായിരിക്കും? T raised to n divided by ഈ കോൺസ്റ്റന്റിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം അല്ലേ? That is 1 divided by n factorial into Laplace of t square t raised to n, that's equal to 1 divided by S raised to n plus 1 ആണ്. Therefore Laplace inverse എടുക്കുമ്പോൾ എന്തായി? That is Laplace inverse of 1 divided by S raised to n plus 1. ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തായിരിക്കും? t raised to n divided by n factorial. t raised to n divided by n factorial. ഓക്കെ, ഇതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ റിസൾട്ടും നിങ്ങൾ ജസ്റ്റ് പുതിയൊരു പേപ്പറിൽ എഴുതി വെക്കാം. എന്താണ് 1 divided by S minus a, that is e raised to at. e raised to at. അങ്ങനെയാണെങ്കിൽ 1 divided by S plus a, ഇതിന്റെ എന്തായിരിക്കും? e raised to minus at. e raised to minus at. പിന്നെ നമ്മൾ പഠിച്ച cos h at sin h at, that is 1 divided by cos h at. ഞാൻ ഒന്നും കൂടി പെട്ടെന്ന് റീറൈറ്റ് ചെയ്യാം. Laplace of cos h at, Laplace of cos h at, that is s divided by a square minus a square. Therefore Laplace inverse of this, that is s divided by a square minus a square, that's equal to cos h at. Next, Laplace of sin h at, this equal to a divided by a square minus a square. ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ രീതിയിലേ വരിക. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by a square minus a square, അല്ലെങ്കിൽ s square divided by 1 divided by a square minus 2 square.
ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ 2 വേണം അല്ലെ. ഇവിടെ എന്താണ് എ ആണെങ്കിൽ ഇവിടെ എ വരണം. അപ്പോഴേ സൈൻ എച്ച് എ ടിയുടെ എഴുതാൻ പറ്റുള്ളൂ, സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിന്റെ ഈ ടൈപ്പിലുള്ളതിന്റെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ, ഇവിടെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇവിടെ 1, തൊട്ട് മുന്നേ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ എപ്പോഴും 1 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1 ആയി എഴുതിയത്. അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പഠിക്കും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ്, ശരിക്കും ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് സൈൻ എച്ച് എ ടി. അപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, അല്ലെങ്കിൽ 1 ഡിവൈഡ് ബൈ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദിസ് ഈക്വൽ ടു എന്താ വേണ്ടത്, ഞാൻ ഇവിടുത്തെ എ എഴുതാൻ പോവാണ്. ദിസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി അല്ലെ, എനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എ സൈൻ എച്ച് എ ടി. 1 ഡിവൈഡ് ബൈ എ അല്ലെ. ഈ എ എന്നുള്ളത് കോൺസ്റ്റന്റ് ആയി, ഇതിനെടുക്കാൻ പറ്റും, ഇത് കാരണം ഇത് ഫംഗ്ഷൻ ആയിരുന്നു. എസ് സി എന്നുള്ളത് എഫ് ഓഫ് എസിലെ പാരാമീറ്റർ ആണ്, വാരിയബിൾ ആണ്. പക്ഷെ ഇത് കോൺസ്റ്റന്റ് ആണ്, ആ കോൺസ്റ്റന്റിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എ സൈൻ എച്ച് എ ടി. This equal to, sorry, this is a f of s, that is 1 divided by a square minus a square, that is 1 divided by a sin h a t. Okay, next cos ഉം sin, cosന്റെ that is sin h a t cos h a t, അല്ലെങ്കിൽ സോറി sin a t cos a t. എന്താണ് ലാപ്ലാസ് ഓഫ് sin ഒമേഗ ടി. ലാപ്ലാസ് ഓഫ് sin ഒമേഗ ടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. ഒമേഗ ഡിവൈഡഡ് ബൈ, ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ. അതുപോലെ തന്നെ ലാപ്ലാസ് ഓഫ് cos omega t. The Laplace of cos, sorry, ഇവിടെ ശരി, okay, correct. That is cos, that is s divided by a square plus omega square. cos വരുമ്പോൾ മുകളിൽ s വരും, sin വരുമ്പോൾ എന്താണോ ഇവിടെയുള്ള ഫംഗ്ഷൻ അത് ഇവിടെ വരും. സൈൻ എച്ച് എ ടിയുടെ ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ കേസിലും അതുപോലെ തന്നെ കോസ് വരുമ്പോൾ എന്താണോ വാരിയബിൾ, ദാറ്റ് ഈസ് എസ് മുകളിൽ വരും. ഇവിടെ എന്താണോ ഈ ഒരു കോൺസ്റ്റന്റ് അതാണ് സൈന്റെ കേസിൽ മുകളിൽ വരും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് സൈൻ ഒമേഗ ടി. ഒമേഗ ഈസ് എ കോൺസ്റ്റന്റ്. ലാപ്ലാസ് ഓഫ് സൈൻ ഒമേഗ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ലാപ്ലാസ് ഓഫ് കോസ് ഒമേഗ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. നമുക്ക് വേണ്ടത് s divided by, that is s divided by a square plus omega square. അതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്തായിരിക്കും, that is cos omega t. അതുപോലെ തന്നെ 1 divided by a square plus omega square, that's equal to, തൊട്ട് മുന്നേ പറഞ്ഞ പോലെ 1 divided by ആണെങ്കിൽ ഒമേഗയെ ഈ സൈഡിലേക്ക് എടുക്കും അല്ലെ, ലാപ്ലാസിനെ ഈ സൈഡിലേക്ക് എടുക്കും. അപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് വരും, ഇവിടെ നിന്ന് വരും 1 ഡിവൈഡഡ് ബൈ ഒമേഗ സൈൻ ഒമേഗ ടി. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി പറയാൻ പോകുന്നത്, ഇതുവരെ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി പഠിച്ചു, ലീനിയർ പ്രോപ്പർട്ടി പഠിച്ചു, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചു. ഇതെല്ലാം ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രൂഫ് ഞാൻ ഒന്നിനും എഴുതുന്നില്ല, ജസ്റ്റ് ആ പ്രോപ്പർട്ടി പ്രൂഫ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തൊട്ട് മുന്നേ ചെയ്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൂഫ്, എല്ലാറ്റിന്റെയും പ്രൂഫ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ആ പ്രോപ്പർട്ടി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി 1 by 1 ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഒന്നാമത്തെ ലീനിയർ പ്രോപ്പർട്ടി. Linear property. For any function f of s, and g of s, two function, that is f of s capital F of s and capital G of s, whose inverse Laplace transform exists.
cos inverse Laplace transform exists, then A be any constant A be or any constant, then Laplace inverse of A into capital F of S plus B into capital G of S. This equal to A into Laplace inverse of F of S plus B into Laplace inverse of G of S. Okay. എന്താ പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ലീനിയർ പ്രോപ്പർട്ടി ഇൻവേഴ്സ് ഫംഗ്ഷനും ഒബേ ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എസ് എന്നുണ്ടെങ്കിൽ എനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതുപോലെ തന്നെ ബിനെയും പുറത്തേക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ 3 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1. നമുക്ക് എന്ത് ചെയ്യാം, 3നെ പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1. നെക്സ്റ്റ് ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ലീനിയർ പ്രോപ്പർട്ടി. അപ്പോൾ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് സ്വന്തമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ അതിന്റെ പ്രൂഫും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൂഫ് ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. First shifting property, that is if Laplace inverse of f of s that equal to f of t, then Laplace inverse of f of s minus a, this equal to e raised to at f of t, e raised to at f of t. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു സം എഫ് ഓഫ് എസ് ആണെങ്കിൽ then ലാപ്ലാസ് ഓഫ് e raised to at f of t. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ പഠിച്ചത്. ഇതെന്താണ്, എഫ് ഓഫ് എസ് മൈനസ് എ. എവിടെ എസ് ഉണ്ടോ അവിടെ എസ് മൈനസ് കൊടുക്കുക. തിരിച്ച് ഇവിടെ ലാപ്ലാസ് ഇൻവേഴ്സ് കൊടുക്കുമ്പോൾ എന്തായി, ദാറ്റ് ഈസ് ഈ ലാപ്ലാസിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി, ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ, ദിസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി. ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തായിരിക്കണം, ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയിരിക്കണം. അത് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇഫ് ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് എങ്കിൽ എന്തായിരിക്കും, ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആയിരിക്കും. അല്ലേ, നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി. ദാറ്റ് ഈസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, then Laplace inverse of f of s minus a equal to e raised to at f of t. Okay, next third, if Laplace inverse of f of s that equal to f of t and f of 0 equal to
f of 0 equal to 0. Then Laplace inverse of s into f of s. S into f of s, that equal to f dash of t. Next, if Laplace inverse of f of s, Laplace inverse of f of s equal to f of t, then Laplace inverse of capital F of s divided by s, this equal to integral 0 to t f of t dt. നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഫിഫ്ത്ത് പ്രോപ്പർട്ടി. Laplace inverse of Laplace inverse of f of s equal to f of t, then Laplace inverse of f dash of s, derivative of s, this equal to minus t f of t. നമ്മൾ പഠിച്ച റിസൾട്ട് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, nth ഡെറിവേറ്റീവ് ഓഫ് Laplace inverse of nth derivative of f of s, that is generally Laplace inverse of nth derivative, that is f, ഇങ്ങനെ എഴുതാം, nth derivative of f of s, nth derivative of f of s, this equal to minus 1 whole power n t raised to n ef of t, t raised to n ef of t. Next, last, sixth property. If Laplace inverse of capital F of s, Laplace inverse of f of s equal to f of t, then integral Laplace inverse of integral s to infinity f of u du, this equal to df of t divided by t. ഇത്രയും പ്രോപ്പർട്ടി നിങ്ങളത് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കാണാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. First question, find the inverse Laplace transform transform of the function f of s equal to 3s plus 7 divided by s square minus 2s minus 3. ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3s plus 7 divided by s square minus 2s minus 3. ദാറ്റ് ഈസ് എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ഈ ഫോമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, താഴെ ഒരു പോളിനോമിയലും മുകളിൽ ഒരു പോളിനോമിയലും വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം നമുക്ക് അറിഞ്ഞൂടാ. പിന്നുള്ളത് ഇതിനെ സിമ്പിൾ ഫോമിലേക്ക് മാറ്റുക. നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ലാപ്ലാസ് ഇൻവേഴ്സ് ഫോമിലേക്ക് മാറ്റാം. ഫസ്റ്റ് ഇതിനെന്ത് ചെയ്യണം, താഴെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം.
ദാറ്റ് ഈസ് ലീനിയർ പ്രൊഡക്റ്റ് ഓഫ് ടു ലീനിയർ ടേംസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതണം. നമുക്കറിയാം എസ് സ്ക്വയർ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3. ദാറ്റ് ഈസ് ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസിന്റെ വാല്യൂസ് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ബി. എന്താണ് എ, എന്താണ് ബി, എന്താണ് സി. ദാറ്റ് ഈസ് എ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കോഷ്യന്റ് ദാറ്റ് ഈസ് 1, ബി പറഞ്ഞു കഴിഞ്ഞാൽ എസിന്റെ കോഷ്യന്റ് ദാറ്റ് ഈസ് മൈനസ് 2, സി പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 3. ദാറ്റ് ഈസ് മൈനസ് ബി minus plus or minus root of b square minus 4 into a into c, that is 12 divided by 2 into a, that is 2. That's equal to 2 plus or minus root 16, that is 4 divided by 2. That equal to 2 plus 2 plus 4, that is 6 by 2, that is 3. 2 minus 4, that is minus 2 minus 2 divided by 2, that is minus 1. That is s ന്റെ വാല്യൂ എന്താണ്? s equal to എന്ത് കിട്ടി? 3 കിട്ടി, minus 1 കിട്ടി. Therefore നമുക്ക് ഇതിനെ ലീനിയർ ടേമിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റും. That is s square minus 2s minus 3 നമുക്ക് എന്ത് എഴുതാം? s minus 3 into ഇതിനെ s plus 1 ഇങ്ങനെ എഴുതാം അല്ലെ. 3 ആണെങ്കിൽ മൈനസ് 3, പ്ലസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ പ്ലസ്. അപ്പൊ ഇങ്ങനെ എഴുതാം. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടാം. ഇത് ഈ രണ്ട് ടേം ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിനെ കിട്ടാം. അപ്പൊ നമുക്ക് ഇതിനെ ഫസ്റ്റ് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ടേം വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ദാറ്റ് ഈസ് 3 ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3s plus 7 ഡിവൈഡഡ് ബൈ ഇതിനെ s minus 3 into s plus 1 എന്ന് എഴുതാം അല്ലേ. ഇനി വേണ്ടത് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റുമോ? കാരണം നമുക്ക് അറിയുന്ന റിസൾട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അറിയുന്ന റിസൾട്ടിലേക്ക് ഈ ക്വസ്റ്റിനെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്തു? ഇതിനെ ഫാക്ടറൈസ് ചെയ്തു. നെക്സ്റ്റ് ഇതിനെ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. എന്താ പാർഷ്യൽ ഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 3s plus 7 divided by s minus 3 into s plus 1. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? That is 3s divided by some a divided by s minus 3 plus b divided by s plus 1. ഈ ഫോമിലേക്ക് എഴുതണം. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. ഇതിനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനെ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എ ഡിവൈഡ് ബൈ എസ് മൈനസ് 3 പ്ലസ് സം അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഈ ഫോമിലേക്ക് മാറ്റണം. ഇനി എങ്ങനെ എയും ബിയും കണ്ടുപിടിക്കാം? എല്ലാ പാർഷ്യൽ ഫ്രാക്ഷൻ ഒരേ മെത്തേഡ് ചെയ്യാം. എന്ത് ചെയ്യും? ഇവിടെ എന്താണോ ഡിനോമിനേറ്റർ അതിനെ ത്രൂ ഔട്ട് ഈ ഇക്വേഷൻ കൊണ്ട് ഗുണിക്കും. ദാറ്റ് ഈസ് ഇവിടെ ഗുണിക്കുമ്പോൾ എന്തായി? ഞാൻ ഇവിടെ ഗുണിച്ച് തന്നെ എഴുതാം. ദാറ്റ് ഈസ് എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1. പിന്നെ ഈ ഇക്വേഷൻ എന്തുണ്ട്? 3s plus 7 divided by s minus 3 into s plus 1. അപ്പോൾ ഈ ഇക്വേഷനെ കംപ്ലീറ്റ് ഇവിടെ എന്താണോ ഡിനോമിനേറ്റർ അതുകൊണ്ട് ഗുണിക്കാൻ പോവാണ്. ദാറ്റ് ഈക്വൽ ടു ഇവിടെ എന്തുണ്ടായിരിക്കും? s minus 3 into s plus 1. പിന്നെ ബാക്കി ഇവിടെ a divided by s minus 3 plus b divided by s plus 1. a divided by. ഓക്കെ, എന്താ സംഭവിക്കുക? ദാറ്റ് ഈക്വൽ ടു ഇവിടുത്തെ എല്ലാ ടേമും ഈ ടേമും ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ. ദാറ്റ് ഈസ് 3s plus 7 ഈക്വൽ ടു ഇവിടെയോ? ഇവിടെ ഇതിനെ ഈ ടേമിനെ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ s minus 3 ക്യാൻസൽ ചെയ്യും. ബാക്കി എന്ത് വരും? a into s plus 1. നെക്സ്റ്റ് ഇതുകൊണ്ട് ഗുണിക്കുമ്പോഴോ s plus 1 ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് പ്ലസ് b into s minus 3. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് വേണ്ടത് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. എയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ ഒരു ടേം ഇവിടുന്ന് പോയാൽ മതി. അതുകൊണ്ട് എസിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പുട്ട് s ഈക്വൽ ടു 3. ഈ ഇക്വേഷൻ ത്രൂ ഔട്ട് എസിന് 3 കൊടുക്കുമ്പോൾ എന്തായി? ഈ ടേം ഇവിടുന്ന് പോകും. ബാക്കി എന്തൊക്കെയാ വരിക? ദാറ്റ് ഈസ് 3 into 3, ദാറ്റ് ഈസ്
9 plus 7 that is 16. That is 16 equal to ഇവിടെ എന്ത് വരും 3 കൊടുക്കുമ്പോൾ 4a എന്ന് വരും. That is a equal to എന്ത് കിട്ടി a equal to 16 divided by 4 that's equal to 4. എയുടെ വാല്യൂ കിട്ടി. ഈ മെത്തേഡ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ഈ ബി ഇവിടുന്ന് ഒഴിവാക്കുക. അപ്പോൾ എ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എയുടെ ടേം ഇവിടുന്ന് ഒഴിവാക്കണം. എയുടെ ടേം ഒഴിവാക്കണമെങ്കിൽ എസിന് എന്ത് കൊടുക്കണം? എസിന് -1 കൊടുക്കണം. ദാറ്റ് ഈസ് പുട്ട് എസ് ഈക്വൽ ടു -1. എസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു -3 പ്ലസ് 7 ദാറ്റ് ഈക്വൽ ടു ഈ ടേം ഇവിടുന്ന് പോയിണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ ഉണ്ടായിരുന്നെ -4b. -1 -3 that is -4b. Next that's equal to -3 plus 7 that is 4 equal to -4b. That implies b equal to -1. എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ 4, ബിയുടെ വാല്യൂ -1. നമുക്ക് ഇതിനെ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? That is this equal to that is this equal to 4 divided by s minus 3 minus ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. ദാറ്റ് ഈസ് ബിയുടെ വാല്യൂ മൈനസ് ആണ്. therefore -1 divided by s plus 1. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ഫോം ദാറ്റ് ഈസ് 3s plus 7 divided by s minus 3 into അല്ലെങ്കിൽ ഇതായിരുന്നു അല്ലേ? അപ്പൊ അതിനെ എഴുതാം. ദാറ്റ് ഈസ് എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3. ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. therefore നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. therefore ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3s plus 7 divided by s square minus 2s minus 3. This equal to എന്താണ്? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് this equal to ഇതാണെങ്കിൽ അല്ലേ? 3s plus 7 divided by square minus 2s minus 3 equal to ഇതാണെങ്കിൽ ഇതിന്റെ ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. that is 4 divided by s minus 3 minus 1 divided by s plus 1. by linearity തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. ബൈ ലീനിയാരിറ്റി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4 പുറത്തേക്ക് എടുക്കാം അല്ലേ? ബാക്കി ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by s minus 3. നെക്സ്റ്റ് മൈനസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1 divided by s plus 1. ഇനി നിങ്ങൾക്ക് റിസൾട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് റിസൾട്ട്? ദാറ്റ് ഈസ് s മൈനസ് a ആണെങ്കിൽ s മൈനസ് എയുടെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താണ്? e raised to at ആണ്. therefore this equal to ഇവിടെ s minus 3 ആയതുകൊണ്ട് 4 into e raised to 3t മൈനസ് ഇവിടെ s plus a ആണെങ്കിലോ 1 divided by s plus a ആണെങ്കിലോ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം e raised to minus at ആണ്. therefore ഇവിടെ എന്ത് വരും? that is e raised to minus t. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആദ്യം കാണാതെ കംപ്ലീറ്റ് റിസൾട്ട് കാണാതെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.